മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ലെന്ന് മാത്യുക്കുഴൽ നാടൻ എം.എൽ.എ. ഇടുക്കിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SFIO നടപടി വന്നതോടെ ഡൽഹി ഹൈക്കോടതിയിലെ കേസ് കാലഹരണപ്പെട്ടെന്നും വിജിലൻസ് അന്വേഷണം തള്ളിയെങ്കിലും പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും മാത്യുക്കുഴൽ നാടൻ വ്യക്തമാക്കി. അന്വേഷണം അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് SFI അന്വേഷണം അനുവദിക്കരുത്. ഈ എല്ലാ രണ്ട് കോടതികൾ തള്ളി മൂന്നാമത്തെ കോടതി സ്റ്റേ കൊടുക്കാൻ വിസമ്മതിച്ചു. 8 മാസമായിരുന്നു SFIOയുടെ കാലാവധി. ആ കാലാവധി കഴിഞ്ഞിട്ടും SFIO വെയിറ്റ് ചെയ്തു. കാരണം ഡൽഹി കോടതിയിലെ കേസ് പെൻഡിംഗ് ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം സ്റ്റേക്ക് വേണ്ടി ആർഗ്യൂ ചെയ്തപ്പോ സ്റ്റേ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം SFIOക്ക് മുന്നോട്ട് പോകാന്നുള്ളതാണ്. ആ സ്റ്റേ റിജക്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് SFIO തയ്യാറാക്കി വെച്ചിരുന്ന കുറ്റപത്രം കോടതിയിൽ നൽകിയത്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചു. സ്വാഭാവികമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചു. ഇനിയിപ്പോ SFIO അന്വേഷണം തടസ്സപ്പെടുത്തണം അല്ലെങ്കിൽ അനുവദിക്കരുതെന്ന് പറഞ്ഞുള്ള കേസ് ഇൻഫ്രാക്ചേഴ്സ് ആയി എന്ന് പറഞ്ഞാൽ അത് കാലാഹരണപ്പെട്ടു തീർന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയാൻ ശ്രമിച്ച കാര്യം ഇത് മുഖ്യമന്ത്രിക്കെതിരെ ഒന്നുമില്ല, മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ല എന്ന് വിജിലൻസ് കോടതി കണ്ടെത്തി എന്നൊരു വാദം മുന്നോട്ട് വെച്ചു. അദ്ദേഹം അത് പറയുന്നതിന് മുമ്പ് എനിക്ക് വളരെ നാളുകൾക്ക് മുമ്പ് ഇദ്ദേഹം തന്നെ ഔദ്യോഗികമായി CPM പറഞ്ഞ ഒരു വാചകം നിങ്ങൾ അതിൽ നിൽക്കുന്നുണ്ടോ ഇല്ലോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം മാസപ്പടി കേസ് കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർത്തി ഇത് വലിയ കൊള്ളയാണെന്നും അഴിമതിയാണെന്നും 2 കമ്പനികളുടെ പേരിൽ നടന്ന അഴിമതി പണത്തിന്റെ ട്രാൻസാക്ഷൻ ആണെന്നും പറഞ്ഞപ്പോ ആദ്യമായി വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളെ ഡിഫെൻഡ് ചെയ്യാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ പത്രക്കുറിപ്പ് എന്റെ കയ്യിലുണ്ട്. ഒഫീഷ്യൽ പ്രസ് റിലീസ്.